ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വ നബിയുഹാ വാഹിദ് വ ഖിബ്ലത്തുഹാ വാഹിദ. ഒരു പ്രവാചകൻ അംഗീകരിക്കുന്ന, ഒരു ഖിബിലയെ സ്വീകരിക്കുന്ന ഈ ഉമ്മത്തിൽ എങ്ങനെയാണ് അഭിപ്രായ ഭിന്നത ഉടലെടുക്കുക? അദ്ദേഹത്തിന് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയച്ചു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു ആയത്ത് അവതരിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിഷയത്തിൽ ഇറങ്ങിയതാണ്, എപ്പോൾ ഇറങ്ങിയതാണ്, എന്തിനെക്കുറിച്ച് ഇറങ്ങിയതാണ് എന്നൊക്കെ വ്യക്തമായ ധാരണ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ കാലശേഷം ചില ആളുകൾ വരും, അവർക്ക് ഈ ആയത്ത് മാത്രമേ അവർ കാണുകയുള്ളൂ, അതിൻ്റെ പശ്ചാത്തലം അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഈ ഓരോ ആയത്തിൻ്റെ വിഷയത്തിൽ സ്വന്തമായ ചില അഭിപ്രായങ്ങളുണ്ടാകും. അവർ അഭിപ്രായങ്ങൾ പറയും. ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഭിന്നിച്ചു പോകും. ഭിന്നിക്കുമ്പോൾ അവർക്കിടയിൽ കലഹങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാവുക. അപ്പോൾ പ്രമാണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ഭിന്നിപ്പുണ്ടാകും. ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രമെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ വർത്തമാനകാല അവസ്ഥ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമാണ്. എല്ലാവരും പറയുന്ന ഖുർആനും സുന്നത്തും, എല്ലാവർക്കും റസൂലുള്ളാഹിൻ്റെ ഹദീസും ഖുർആനും തന്നെയാണ് തെളിവ്. പക്ഷേ എന്നിട്ടും എങ്ങനെ ഭിന്നിപ്പുണ്ടായി? ആ ഭിന്നിപ്പുണ്ടായത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് ദുർവ്യാഖ്യാനങ്ങൾ കടന്നു വരുന്നു. നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചതുപോലെ അല്ല സ്വീകരിക്കുന്നത്.